സോ അടുത്തത് അഗ്രോ കെമിക്കൽസും അവയുടെ എഫക്റ്റും. ഈ രാസപദാർത്ഥങ്ങളും കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളും അവയുടെ ഇഫക്റ്റുകളാണ് നോക്കുന്നത്. സോ നമ്മുടെ ഈ ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവത്തോടു കൂടി ഒരുപാട് യൂസേജ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, അതുപോലത്തെ ഒരുപാട് കെമിക്കൽസുകൾ, ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സുകളൊക്കെ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് 10 മടങ്ങായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ഹെർബിസൈഡ്സ് ആണെങ്കിലും ഫംഗിസൈഡ്സ് ആണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം കൂടുതൽ കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മുടെ സോയിൽ ഇക്കോസിസ്റ്റത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും കൂടിയും എഫക്റ്റ് ചെയ്യുന്നു. ആ നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ ഇക്കോസിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്രീസിങ് എമൗണ്ട് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഷൻ്റെ അമിത ഉപയോഗം കാരണം നമ്മുടെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലും ഒരുപാട് പ്രോബ്ലം ഉണ്ട് ത്രൂ യൂട്രോഫിക്കേഷൻ. സോ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞത് അഗ്രികൾച്ചറിൽ ഒരുപാട് ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നു ഇൻക്രീസ് ആയിട്ട് നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ സാരമായിട്ട് നമ്മുടെ സോയിൽ ഇക്കോസിസ്റ്റത്തിനെയും അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു. ആ നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിലും അത് നമ്മുടെ സോയിൽ ഇക്കോസിസ്റ്റത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തരുന്ന കമ്പോണൻസുകളാണ്. സോ അടുത്തതാണ് ഓർഗാനിക് ഫാമിംഗ്. സോ ഇതിന് നമ്മൾ ഓർഗാനിക് ഫാമിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് നടത്തുന്നത്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷി. സോ ജൈവ കൃഷിയുടെ ഒരു കേസ് സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് ആണ്, സംയോജിത ജൈവ കൃഷി. സോ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു സീറോ വേസ്റ്റ് ആയിട്ടുള്ള അതിൽ നിന്ന് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ നടക്കുന്ന ആ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സിൽ, ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ ചെയിൻ ഓഫ് പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകൾ മറ്റേ പ്രോസസ്സിലേക്കുള്ള ഒരു ന്യൂട്രിയൻ്റായിട്ട് സൈക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് സീറോ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സോ വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം വൺ പ്രോസസ്സ്, ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകൾ മറ്റൊരു പ്രോസസ്സിൽ ന്യൂട്രിയൻസ് ആയിട്ട് സൈക്കിൾ ചെയ്യുന്നത്. സോ ഇതുവഴി മാക്സിമം നമുക്ക് ഈ പറഞ്ഞ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യാനും അതുവഴി എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ കൂട്ടാനും സാധിക്കുന്നു. സോ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ കേസ് സ്റ്റഡിയിൽ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിനെ നമ്മൾ പറയുന്നത് സൈക്ലിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണ്, സീറോ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിൽ വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ സീറോ വേസ്റ്റ് പ്രൊസീജിയർ? ഒരു പ്രോസസ്സിലെ വേസ്റ്റ് പ്രോഡക്റ്റുകളെല്ലാം മറ്റൊരു പ്രോസസ്സിലേക്ക് ന്യൂട്രിയൻ്റായിട്ട് സൈക്കിൾ ചെയ്ത് പോകുന്നു. സോ വൺ പ്രോസസ്സിൽ നിന്ന് വേസ്റ്റ് ആയിരിക്കും മറ്റൊരു പ്രോസസ്സിലേക്ക് അവരുടെ ന്യൂട്രിയൻ്റായിട്ട് കിട്ടുന്നത്. അവിടുത്തെ വേസ്റ്റ് പ്രോഡക്റ്റ് വേറൊരു പ്രോസസ്സിൻ്റെ ന്യൂട്രിയൻ്റായിട്ട് ഉപയോഗിക്കുന്നു. സോ കംപ്ലീറ്റ് ആ വേസ്റ്റുകൾ 1 by 1 ഓരോ പ്രോസസ്സിലേക്കും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് സീറോ വേസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിങ്ങനെ സൈക്ലിക്കലായിട്ട് പോകുന്നതുകൊണ്ട് അത് സൈക്ലിക്കലായിട്ടുള്ള പ്രൊസീജിയറാണെന്ന് പറയുന്നു. സോ അതുവഴി ഈ എല്ലാ റിസോഴ്സുകളെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഈ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാനും സാധിക്കുന്നു. സോ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിങ് ചെയ്തത് രമേശ് ചന്ദ്രദാഗർ എന്ന് പറഞ്ഞ ഒരാളാണ്. രമേശ് ചന്ദ്രദാഗർ ഒരു ഫാർമറാണ്, ഒരു കൃഷിക്കാർ ഇൻ സോനിപത്ത്, ഹരിയാന. സോ ഹരിയാനയിലെ സോനിപത്തിലുള്ള ഒരു കൃഷിക്കാരനാണ് രമേശ് ചന്ദ്രദാഗർ. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അയാളൊരു ചെയിൻ ഓഫ് പ്രോസസ്സുകളാണ് അയാളുടെ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ബീ കീപ്പിങ്ങിന് ഉൾപ്പെടുത്തി, ഡയറി ഫാം മാനേജ്മെൻറ്റിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, കമ്പോസ്റ്റിംഗ്, അഗ്രികൾച്ചർ. ഇതൊക്കെ ചെയിൻ ഓഫ് പ്രോസസ്സുകളായിട്ട് ഒരുപാട് കൃഷികളുടെ ഒരു സംയോജനമാണ് നടത്തിയത്. എന്തൊക്കെയാണ്? ബീ കീപ്പിംഗ് ഉണ്ട്, ഡയറി മാനേജ്മെൻറ്റ് ഉണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, കമ്പോസ്റ്റിംഗ് ആൻഡ് അഗ്രികൾച്ചർ. ഇതെല്ലാം ഒരു ചെയിൻ ഓഫ് പ്രോസസ്സുകളായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് ആണ് രമേശ് ചന്ദ്രദാഗർ എന്ന് പറഞ്ഞ ഫാർമർ
ഹരിയാനയിലുള്ള സോനിപ്പത്തിലുള്ള ഫാമർ ചെയ്തത്. സോ ഇതുകൊണ്ട് തന്നെ ഓരോ പ്രോസസ്സിലുള്ള ആ ഫേസ് പ്രോഡക്റ്റ് മറ്റ് പ്രോസസ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. സോ ഇതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എക്സ്ട്രീംലി എക്കണോമിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ആണ്. സോ ഓരോ പ്രോസസ്സിലുള്ള ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റുകൾ മറ്റ് പ്രോസസ്സിനെ ഒരു ചെയിൻ പ്രോസസ്സ് എന്നുള്ള മാനറിൽ എക്സ്ട്രീംലി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം എക്കണോമിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാം. സസ്റ്റൈനബിൾ എന്ന് എന്നും നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഹൈലി എക്കണോമിക്കലുമാണ്. അതുപോലെ തന്നെ ഒട്ടും തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യം ഈ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിലില്ല. സോ ക്രോപ്സിന് വേണ്ടി ഒരു കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം വേറെ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാറ്റിൽ എക്സ്ക്രീറ്റ് അഥവാ ഡങ്, അതിനെയാണ് നമ്മൾ മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ക്രോപ്പിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് ഈ ക്രോപ്പിൻ്റെ വേസ്റ്റിനെ തന്നെ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ഗ്യാസിനെയും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ നാച്ചുറൽ ഗ്യാസ് മാത്രം മതി ആ ഫാമിലുള്ള എല്ലാ എനർജി നീഡുകളും ഫുൾഫിൽ ചെയ്യാനായിട്ട്. സോ ദാഗർ ഇങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് ആണ് നടത്തിയത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഐഡിയ, ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയനെ സ്പ്രെഡ് ചെയ്യാനും അതിൻ്റെ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും ഈ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എങ്ങനെ നടത്തുമെന്നുള്ള ആ പ്രാക്ടീസിന് വേണ്ടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, ഹരിയാന കിസൺ വെൽഫെയർ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തു. അതിൽ 5000 ഫാമേഴ്സിൻ്റെ മെമ്പർഷിപ്പുള്ള ഹരിയാന കിസൺ വെൽഫെയർ ക്ലബ്ബ് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ പ്രാക്ടീസ് നടത്താനും വേണ്ടിയിട്ട് ഒരു 5000 ഫാമേഴ്സുള്ള മെമ്പർഷിപ്പ്, 5000 ഫാമേഴ്സിൻ്റെ മെമ്പർഷിപ്പുള്ള ഹരിയാന കിസൺ വെൽഫെയർ ക്ലബ്ബും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു.